നാഗവല്ലി. ഓക്കെ, ഞാൻ ആ സിനിമയിലെ ഒരു രംഗം ഒന്ന് കേൾപ്പിക്കാം. നാഗവല്ലിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ചെറിയൊരു സീനാണ്. ആ സീൻ ഒന്ന് നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കണം. അല്ല, കുഴപ്പമില്ല, കിടിലൻ സമ്മാനം. ഞാൻ 2 സമ്മാനം വെച്ച് തരും. ഒന്ന് നമ്മളോടൊപ്പം സഹകരിക്കുക. ആദ്യം നമുക്ക് ആ സംഭാഷണം ഒന്ന് കേൾക്കാം. സുരേഷ് ഗോപിയും ശോഭനയും ചേർന്ന് അഭിനയിച്ച ചെറിയൊരു രംഗം ഇവർ രണ്ടുപേരും ജിത്തുവും ഫാത്തിമയും ചേർന്ന് അവതരിപ്പിക്കാൻ. ആദ്യം നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഓക്കെ. അതുകൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? உனக்கு எவ்வளவு தைரியம் இருந்தா இன்னைக்கு துர்காஷ்டமி உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ഒരു നല്ല കയറി കൊടുത്താൽ രണ്ടുപേരും മുന്നോട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. റെഡി, 1 2 3. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോവണ്ട. വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டே. உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். അടിപൊളി. ഫാത്തിമ തകർത്ത് കേട്ടോ. ഫാത്തിമ എന്ത് ചെയ്യുന്നു മോൾ എന്ത് ചെയ്യുന്നു? ACCക്ക് പഠിക്കുന്നു. മെഡിക്ക് ബാപ്പ ഉമ്മ ഒക്കെ കൂടെ വന്നിട്ടുണ്ടോ? ഉമ്മച്ചി എന്ത്? ഹായ് ഉമ്മച്ചി. ഹായ്. ബാപ്പയുടെ പേര് ഷാനവാസ്, ഉമ്മയുടെ പേര്? എത്ര മക്കളാ? അനിയത്തി എന്ത് പേര്? ഫർഹാന. എന്റെ ഇളയ മോടെ പേരും പറയാം. ഹായ് ഫർഹാന. ഓക്കെ, സമ്മാനം ഷാനു ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. ഈ 2 സമ്മാനം എടുത്തോണം. നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. എന്ത് വേറെ ജോലിക്കൊന്നും എന്താ പോകാത്തെ? ദുബായിലായിരുന്നു, അപ്പൊ ലീവിന് വന്നാ. ഓക്കെ, സന്തോഷം. നല്ലൊരു കൈയടി കൊടുക്കാം. നല്ല നിറഞ്ഞൊരു കൈയടി കൊടുക്കാം.